വെൽക്കം ഓൾ. നമ്മുടെ ടേണർ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ 6ാമത്തെ പാർട്ടാണ്. ഓക്കെ, നമ്മുടെ ഐ+ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൽ നമ്മൾ ടേണർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 6ാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിപ്പർ വിത്ത് 50 ഡിവിഷൻസ് ഓൺ ദ വെർനിയർ സ്കെയിൽ? അതായത് ഒരു 50 ഡിവിഷൻ വെർനിയർ സ്കെയിലുള്ള ഒരു വെർനിയർ കാലിപ്പറിന് ലീസ്റ്റ് കൗണ്ട് LC എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഇതിന് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഓപ്ഷൻ എ 0.04, ഓപ്ഷൻ ബി 0.2 mm, ഓപ്ഷൻ സി 0.4 mm, ഓപ്ഷൻ ഡി 0.02 mm, അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷനാണ്. ഓക്കെ, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ നമുക്ക് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഇതിൽ 41 എണ്ണമാണ് അതിൽ മെയിൻ സ്കെയിൽ റീഡിങ്ങിൽ 50 ആയിട്ട് മാറ്റുന്നത്, മറ്റേ 49 എണ്ണമാണ്. അപ്പോൾ നമുക്ക് എഴുതാം 1 മെയിൻ സ്കെയിൽ റീഡിങ് മൈനസ് 1 വെർനിയർ സ്കെയിൽ റീഡിങ്ങിന് പകരം 1 മൈനസ് 49/50 എന്ന് എഴുതാം. 1 മൈനസ് 49/50. 1 മൈനസ് 49/50 എന്ന് പറഞ്ഞാൽ 50 മൈനസ് 49/50 എന്ന് വരും. LCM എടുക്കുമ്പോൾ അതായത് 50 മൈനസ് 49/50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/50 ആണ്. 1/50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/50 എന്ന് പറഞ്ഞാൽ 0.02 ആണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 0.02 mm ആണ് ആൻസർ. അപ്പം അതുപോലെ നിങ്ങൾ അത് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. നമ്മളൊരു 50 ഡിവിഷനുള്ള വെർനിയർ സ്കെയിലിൽ 50 ഡിവിഷനുള്ള ഒരു വെർനിയർ കാലിപ്പർ ആണെങ്കിൽ ഈ വെർനിയർ സ്കെയിലിൽ 50 ഡിവിഷൻ ഉണ്ട്, മറ്റേ 49 ഡിവിഷനാണ് വെർനിയർ സ്കെയിലിൽ 50 ഡിവിഷനായിട്ട് മാറ്റിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലീസ്റ്റ് കൊണ്ട് കാണാൻ വേണ്ടി 1 മൈനസ് 49/50 എന്ന് ചെയ്യണം. അത് നമുക്ക് 50 മൈനസ് 49/50, അതായത് 1/50 എന്ന് വരും. 1/50യുടെ വാല്യൂ 0.02, അതായത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, 0.02 mm. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 52ലേക്ക് പോവാം. വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് എ വെർനിയർ കാലിപ്പർ ഷോൺ ഓൺ ദ ഫിഗർ? അപ്പോൾ ഈ ഡയഗ്രാമിൽ കാണിച്ചേക്കുന്നതിൽ ഈ വെർനിയർ കാലിപ്പറിലെ റീഡിംഗ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിൽ കറക്റ്റ് നമ്മുടെ ഈ പറയുന്ന മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും കറക്റ്റ് കോയിൻസൈഡ് ആവുന്നത് ഏത് വാല്യൂ ആണെന്ന് നോക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെർനിയർ സ്കെയിൽ 15ാമത്തെ ഡിവിഷനാണ്. ഓക്കെ, 15ാമത്തെ ഡിവിഷനാണ് ഇതിൽ കോയിൻസൈഡ് ആവുന്നത്. അത് നോക്കിക്കോളുക, 15ാമത്തെ ഡിവിഷനാണ് കോയിൻസൈഡ് ആവുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ 0 നിൽക്കുന്നത് ഈ 1ൻ്റെ തൊട്ടിപ്പുറത്താണ്. അതിനർത്ഥം അത് 9 mm ആണ്. ഓക്കെ, 9 mm ആണ് മെയിൻ സ്കെയിൽ. മെയിൻ സ്കെയിലിൽ 9 mm ആണ്. ഇത് വെർനിയർ സ്കെയിലിൽ 0 കോയിൻസൈഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിലിൽ 9 mm കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ എന്തായാലും 9 mm നമുക്ക് പ്ലസ് സംതിങ് ഉണ്ട്. ആ പ്ലസ് സംതിങ്ങിനാണ് നമ്മൾ ഈ പറഞ്ഞ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഏത് വെർനിയർ സ്കെയിലുള്ള 15 ആണ് ഇതിൽ ഏതെങ്കിലും ലൈനായിട്ട് കറക്റ്റ് കോയിൻസൈഡ് ആയിരിക്കുന്നത്. ഇവിടെ 15 ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് ദ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് 15 ആണ്. 15 ആണ്. 15. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ കാണാൻ വേണ്ടി നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് ആയ 9 പ്ലസ് 15 ഇൻറ്റു 0.02. 0.02 എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. 15 ഇൻറ്റു 0.02 എന്ന് പറഞ്ഞാൽ 0.3 എന്ന് വരും. ഓക്കെ, അതായത് 9 പ്ലസ് മെയിൻ സ്കെയിലുള്ള 9 പ്ലസ് 15 ഇൻറ്റു 0.02 എന്ന് പറഞ്ഞാൽ 0.3. അപ്പോൾ 9 പ്ലസ് 0.3 എന്ന് പറഞ്ഞാൽ 9.3. അപ്പോൾ ഇവിടെ ഉള്ള ഓപ്ഷൻ നോക്കുക. 9.25 ഉണ്ട്, 9.16 mm ഉണ്ട്, 9.50 mm ഉണ്ട്, 9.32 mm. അപ്പോൾ നമ്മുടെ ഓപ്ഷനായ 9.3യുടെ ഏറ്റവും അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, 9.32 ആണ്. ഇതിൻ്റെ നിങ്ങൾ നോക്കേണ്ട വേറൊന്നുമില്ല, മെയിൻ സ്കെയിലിൽ എന്ത് റീഡിംഗ് കാണിക്കുന്നത്. അപ്പോൾ മെയിൻ സ്കെയിൽ ഇതിൽ 1 ആണ്. ഇതിൽ 0 നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിലിൽ 9ലാണ്. അപ്പോൾ 9 പ്ലസ് പിന്നെ നമ്മൾ വെർനിയർ സ്കെയിൽ റീഡിംഗ് കാണാൻ വേണ്ടി ഇതിൽ ഏത് വാല്യൂ, ഇപ്പോൾ 20 ആണ് ഇതിൽ കറക്റ്റ് കോയിൻസൈഡ് ആയി ഏതെങ്കിലും ഒരു വരെയായിട്ട് കറക്റ്റ് കോയിൻസൈഡ് നിൽക്കുന്നതെങ്കിൽ 20 ഇൻറ്റു 0.02 എന്ന് ചെയ്യണം. ഇതിപ്പോൾ 15 ആയതുകൊണ്ടാണ് നിങ്ങൾ 15 ഇൻറ്റു 0.02 എടുക്കുന്നത്. അല്ല, ഇതാണ് കറക്റ്റ് ഒരേ ലൈൻ പോലെ ഇരിക്കുന്നത്. 15 ആണ്. അപ്പോൾ 15 ഇൻറ്റു 0.02. അപ്പോൾ 9 പ്ലസ് 15 ഇൻറ്റു 0.02 എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ? 0.3. അതായത് 9 പ്ലസ് 0.3 എന്ന് പറഞ്ഞാൽ 9.3. അത് നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷനായിട്ട് ഏറ്റവും അടുപ്പമുള്ളത് 9.32 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 53. ദി ആക്യുറസി ഓഫ് എ ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ വെർനിയർ കാലിപ്പറിൻ്റെ ആക്യുറസി എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കുക, ഓപ്ഷൻ എയിൽ 0.01 mm കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി 0.001 mm ഉണ്ട്, ഓപ്ഷൻ സി 0.02 mm ഉണ്ട്, ഓപ്ഷൻ ഡി 0.002 mm ഉണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.01 mm ആണ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ.
0.01 mm ആണ് ഒരു ഡിജിറ്റൽ വെർനിയർ കാലിപ്പറിൻ്റെ ആക്യുറസി. ഓർത്ത് വയ്ക്കുക, ദ ആക്യുറസി ഓഫ് എ ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ ഈസ് 0.01 mm. അതായത് നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 0.01 mm. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 54ലേക്ക് പോവാം. ഹൗ മെനി നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ദ തിമ്പിൾ ഓഫ് എ മൈക്രോമീറ്റർ ആസ് ആൻ ആക്യുറസി ഓഫ് 0.01 mm. അപ്പോൾ നമ്മുടെ ഒരു മൈക്രോമീറ്ററിൻ്റെ തിമ്പിളിൽ, അതായത് നമ്മുടെ മൈക്രോമീറ്ററിൻ്റെ ആക്യുറസി 0.01 mm ആവണമെങ്കിൽ അതിൻ്റെ തിമ്പിളിൽ എത്ര ഡിവിഷൻ കാണുമെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ഒരു മൈക്രോമീറ്ററിൻ്റെ ആക്യുറസി 0.01 mm ആയിരിക്കണമെങ്കിൽ അതിൻ്റെ തിമ്പിളിൽ എത്ര ഡിവിഷൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 100 ഡിവിഷൻ, ഓപ്ഷൻ ബി 25 ഡിവിഷൻ, ഓപ്ഷൻ സി 50 ഡിവിഷൻ, ഓപ്ഷൻ ഡി 5 ഡിവിഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മളെ തിമ്പിളിന് ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സ്ലീവ് ഒരു 0.5 mm ആണ് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് തിമ്പിളിന് ഒരു ഫുൾ റൊട്ടേഷൻ, ഒരു ഫുൾ റൊട്ടേഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ തിമ്പിളിനെ നമ്മൾ ഒരു ഫുൾ റൊട്ടേഷന് കറക്കുമ്പോൾ ഈ സ്ലീവ് മുന്നോട്ട് ഒരു 0.5 mm മൂവ് ചെയ്യും, അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. അഡ്വാൻസ് ചെയ്യും. തിരിച്ച് കറക്കിയാൽ അത് ബാക്കിലോട്ട് വരും, അതും 0.5 mm ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് മൊത്തം 50 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 50 ഡിവിഷൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ, നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആക്യുറസി 0.01 ആവണമെങ്കിൽ ഓരോ ഡിവിഷനും എത്രയായിരിക്കും? 0.5/50 നമ്മൾ ചെയ്യണം. 0.5/50 ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കിട്ടും? 0.01 കിട്ടില്ലേ? അതാണ് അതിൻ്റെ ആക്യുറസി. അതായത് ഒരു മൈക്രോമീറ്ററിൽ ആക്യുറസി 0.01 mm ആയിരിക്കണമെങ്കിൽ അതിൻ്റെ തിമ്പിൽ ഉണ്ടായിരിക്കേണ്ട നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ 50 ഡിവിഷൻസ് ആയിരിക്കും. അതായത് ഈ ഓരോ ഡിവിഷനും 0.5 ഡിവൈഡ് ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.01 mm ആക്യുറസി കിട്ടുന്നില്ലേ? അതാണ് കാര്യം. അപ്പം നമുക്ക് ഒരു മൈക്രോമീറ്ററിൻ്റെ ആക്യുറസി 0.01 ആയിരിക്കണമെങ്കിൽ അതിൻ്റെ തിമ്പിളിൽ 50 ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 50 ഡിവിഷൻസ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 55ലേക്ക് പോവാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൺ സബ് ഡിവിഷൻ ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ ഹാവിങ് 50 ഡിവിഷൻസ് ഓൺ ദ തിമ്പിൾ? അപ്പോൾ ഇതും നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനോടനുബന്ധിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൺ സബ് ഡിവിഷൻ ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ ഹാവിങ് ഡിവിഷൻസ് 50 ഡിവിഷൻ ഓൺ ദ തിമ്പിൾ? അതായത് അപ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓപ്ഷൻ എ 1 mm ആണോ, ഓപ്ഷൻ ബി 0.01 mm ആണോ, ഓപ്ഷൻ സി 0.5 mm ആണ്, ഓപ്ഷൻ ഡി 0.05 mm ആണ്. അപ്പോൾ 50 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്യുറസി 0.01 mm ആണ്. അത് ആ ഓപ്ഷൻ ഇതിനകത്തുണ്ട്, ആക്യുറസി 0.01 mm ആണ്. പക്ഷേ ഇത് സബ് ഡിവിഷൻ ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ, വാല്യൂ ഓഫ് വൺ സബ് ഡിവിഷൻ എന്നാണ് പറയുന്നത്. വൺ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ് ഡിവിഷൻ്റെ വാല്യൂ എത്രയെന്നാണ്. അപ്പം നമുക്കറിയാം, നിങ്ങൾ ഈ പറയുന്ന അതായത് നമ്മൾ ഈച്ച് ഡിവിഷൻ എന്ന് പറയുന്നത് 0.5 ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പോഴാണ് നമ്മൾ 0.01 വിടേണ്ടത്. അപ്പോൾ 50 ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ഈ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ സ്പിൻഡിൽ അഡ്വാൻസ് ആവുന്നത് 0.5 mm ആയിരിക്കും. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 0.01 mm, അത് അതിൻ്റെ ആക്യുറസിയാണ്, ഒരിക്കലും ഇതല്ല ആൻസർ. നമ്മൾ 50 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വൺ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് മെട്രിക് മൈക്രോമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 0.5 mm വരും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് 54ഉം 55ഉം തെറ്റാതെ കറക്റ്റ് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തത് അപ്പം നമ്മുടെ 0.5 ആണ് നമ്മുടെ ആൻസർ. അത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലുള്ള ഈ 7 + 22/100 എന്ന് ചെയ്യണം. 22/100. അപ്പോൾ 7 + 22/100 എന്ന് പറയുമ്പം എത്ര? 0.22. അപ്പോൾ 7 + 0.22 എന്ന് പറയുമ്പോൾ 7.22 ആണ് നമ്മുടെ ആൻസർ. ഇതിൽ നിങ്ങളെ മനഃപൂർവ്വം തെറ്റിക്കാനായിട്ട് 70.22 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഓരോന്നും ഓരോ 1 mm, 2 mm, 3 mm, 4 mm, 5 mm, 6 mm, 7 mm. 7 mm ആണ്, 70 mm അല്ല. അപ്പോൾ 7 + 22 ആണ് ഇവിടെ കറക്റ്റ് കോയിൻസൈഡ് ആവുന്നത്. 22/100, അതായത് 0.22. 7 + 0.22 എന്ന് പറഞ്ഞാൽ 7.22. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 7.22 mm. ഇത് കണക്ക് പല റീഡിങ് ഇങ്ങനെ തന്നിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 7 തന്നെ അറിയണമെന്നില്ല, ചിലപ്പോൾ 9ഓ 8ഓ ഒക്കെ ആയിരിക്കും. ഇതിൽ കോയിൻസൈഡ് ആകുന്ന ചിലപ്പോൾ 30 ആയിരിക്കാം, 22 വരെ 32 ആയിരിക്കും, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അത് ഏതായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ തന്നെ അത് ആൻസർ കണ്ടുപിടിക്കുക. വേറെ ഒന്നുമല്ല, അതിൻ്റെ മെയിൻ സ്കെയിൽ രീതിയിൽ കാണിക്കുന്ന റീഡിങ് എത്രയാണെന്ന് വെച്ചാൽ അത് ഇൻ mm ആണ്, പ്ലസ് ഈ തിമ്പിളിൽ കാണിക്കുന്ന റീഡിങ് ഡിവൈഡ് ബൈ 100 ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 58ലേക്ക് പോകാം. വെൻ ദ ആൻവിൽ ആൻഡ് സ്പിൻഡിൽ ഫേസ് ഓഫ് എ മൈക്രോമീറ്റർ ആർ ഇൻ കോണ്ടാക്ട്, ഇഫ് ദ സീറോ ഓഫ് ദ തിമ്പിൾ റെസ്റ്റ് ബിലോ ദ ഡേറ്റം ലൈൻ ഓഫ് എന്നാണ് പറയുന്നത്.
അതായത് ആൻവിൽ ആൻഡ് സ്പിൻഡിൽ ഓഫ് എ മൈക്രോമീറ്റർ ആർ ഇൻ കോണ്ടാക്ട് ഇഫ് ദ സീറോ ഓഫ് ദ തിമ്പിൾ റെസ്റ്റ് ബിലോ ദ ഡേറ്റം ലൈൻ. ഡേറ്റം ലൈനിൻ്റെ താഴെയാണ് സീറോ നിൽക്കുന്നതെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എറർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോസിറ്റീവ് എറർ, നെഗറ്റീവ് എററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു പോസിറ്റീവ് എററിൻ്റെ കേസിൽ നമ്മൾ ഈ തിമ്പിളിൻ്റെ സീറോ ഓഫ് ദ തിമ്പിൾ എന്ന് പറയുന്നത് റെസ്റ്റ് ബിലോ ദ ഡേറ്റം ലൈൻ ആണെന്ന്. അപ്പോൾ തിമ്പിളിൻ്റെ സീറോ എന്ന് പറയുമ്പം ഡേറ്റം ലൈനിൻ്റെ താഴെയാണെങ്കിൽ അത് പോസിറ്റീവ് എററാണ്, ഇതിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എററാണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ഇപ്പോൾ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ വെൻ ദ ആൻവിൽ ആൻഡ് സ്പിൻഡിൽ ഓഫ് എ മൈക്രോമീറ്റർ ആർ ഇൻ കോണ്ടാക്ട് ഇഫ് ദ സീറോ ഓഫ് ദ തിമ്പിൾ, അത് ആൻവിൽ രണ്ട് കോണ്ടാക്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് സീറോയിൽ നിന്നാൽ മാത്രമേ ഇത് എറർ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂ. സീറോയുടെ മേലെ പോയാലും കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആൻവിൽ ഇതുമായിട്ട് സ്പിൻഡിലുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കണം. സ്പിൻഡിൽ ഫേസ് എന്ന ആൻവിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതിൽ കാണിക്കേണ്ടത് കറക്റ്റ് എക്സാക്ട് സീറോ ആയിരിക്കണം, എങ്കിൽ എറർ ഇല്ല. സീറോയുടെ കുറച്ച് താഴെ നിന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം പോസിറ്റീവ് എറർ എന്നും, സീറോയുടെ മേലോട്ട് നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് എറർ എന്നുമാണ്. അപ്പം ഇതിൽ പറഞ്ഞേക്കുന്ന ഇഫ് ദ സീറോ ഓഫ് ദ തിമ്പിൾ റെസ്റ്റ് ബിലോ ദ ഡേറ്റം ലൈൻ, അപ്പോൾ ഡേറ്റം ലൈൻ നെക്കാട്ടിയും താഴെയാണ് ഈ തിമ്പിളിൻ്റെ സീറോ നിൽക്കുന്നതെങ്കിൽ അത് എറർ പോസിറ്റീവ് എററാണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, പോസിറ്റീവ് എറർ. ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 49, അത് ഇതുമായിട്ട് ഈ പറഞ്ഞ ഇപ്പം ഈ സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ ഒരു വകഭേദമാണ്. ഓക്കെ, when the anvil and spindle of a micrometer are in contact if the zero of the thimble rests above the datum. സീറോ തിമ്പിളിൻ്റെ സീറോ ഡേറ്റം ലൈനിൻ്റെ മേലിലാണെങ്കിൽ ഏത് എററാണ് നമ്മളിപ്പോൾ പറഞ്ഞതുള്ളൂ, അത് ഓപ്ഷൻ എ നെഗറ്റീവ് എററാണ്. അപ്പോൾ ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്, തിമ്പിളിൻ്റെ സീറോ ഡേറ്റം ലൈനിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് എററും, സിമ്പിളിൻ്റെ സീറോ ഡേറ്റം ലൈനിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എററുമാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അത് മിക്കവർക്കും തെറ്റിപ്പോകുന്നൊരു സാധനമാണ്, അത് കറക്റ്റാണ് ഓർത്ത് വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 60ലേക്ക് പോവാം. ഇൻ എ ഡിജിറ്റൽ മൈക്രോമീറ്റർ, ഒരു ഡിജിറ്റൽ മൈക്രോമീറ്ററിൽ LCD ഡിസ്പ്ലേസ് മെഷറിംഗ് ഡേറ്റ ആൻഡ് മേക്ക് ഡയറക്റ്റ് റീഡ് ഔട്ട് വിത്ത് റീസൊല്യൂഷൻ ഓഫ്. അപ്പോൾ LCD ഡിസ്പ്ലേ നമുക്ക് കറക്റ്റ് അതിനകത്ത് ഒരു റീഡിംഗ് ഒക്കെ തരും. നമ്മൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് റീഡിംഗ് അതിനകത്ത് നമുക്ക് വരും. നമ്മളിതിനകത്ത് കാൽക്കുലേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷേ അതിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്നുള്ള ചോദ്യം. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.01 mm ആണ് ഒരു LCD ഡിസ്പ്ലേ. ഡിജിറ്റൽ മൈക്രോമീറ്ററിൻ്റെ LCD ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.01 mm. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 0.001 mm. പക്ഷേ 0.001 mm ആണ് ഒരു ഡിജിറ്റൽ മൈക്രോമീറ്ററിൻ്റെ LCD ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.001 mm ആണ്. ഇത് മറക്കരുത്, ഓർത്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.